നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ പ്രവാസി സുഹൃത്തുക്കളുടെ കുറച്ച് കാര്യങ്ങളാണ്. പ്രവാസി സുഹൃത്തുക്കളെ തന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ട് തരത്തിൽ പറയാവുന്നതാണ്. അതായത് ഒന്ന് GCC അല്ലെങ്കിൽ അതുപോലെയുള്ള മിഡിൽ ഈസ്റ്റ് പോലെയുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഗൾഫ് സുഹൃത്തുക്കൾ എന്നറിയുന്ന ആൾക്കാർ. ഇനി രണ്ടാമത്തത് ജർമ്മനി അതുപോലെയുള്ള അല്ലെങ്കിൽ ഷെങ്കൻ വിസ കൂടുതലായിട്ടുള്ള രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരും. ഈ രണ്ടുപേരും തമ്മിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ തന്നെ വലിയ രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. സോ നമുക്കതൊന്ന് കാണാം. ആദ്യമായിട്ട് നമുക്ക് ഈ പറയുന്ന ഷെങ്കൻ വിസ പോലെയുള്ള, അതായത് യൂറോപ്യൻ കൺട്രികളിൽ കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ പറ്റി നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു തരത്തിലും പ്രവാസികളായ ബാക്കി, അതായത് മിഡിൽ ഈസ്റ്റ് പോലെയുള്ള ഗൾഫ് കൺട്രീസിലൊക്കെയുള്ള ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അത് വേറൊരു തരത്തിലുമാണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഷെങ്കൻ വിസ ഉള്ള രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ അവിടെ കാര്യമായിട്ടും ആൾക്കാർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം അവിടെ വീടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആൾക്കാർ ഇപ്പോൾ പ്രവാസി സുഹൃത്തുക്കൾ ഇപ്പോൾ ഗൾഫിലൊക്കെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് തന്നെ വീടെടുത്ത് അല്ലെങ്കിൽ വാടകയ്ക്ക് ഈവൻ അക്കോമഡേഷൻ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും വാടക കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. നേരെ മറിച്ച് നമ്മൾ ഈ പറയുന്ന ഷെങ്കൻ വിസ പോലെയുള്ള വിസകളിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ആദ്യം അവർ പോകുമ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് പോവുകയും പിന്നെ കാലക്രമേണ അവർക്ക് എപ്പോഴാണോ ഒരു വരുമാനം കൂടുതൽ കിട്ടണത് ആ സമയത്ത് സ്വന്തമായി വീടെടുക്കുന്ന ഒരു പ്രവണതയാണ്. സോ അവരവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ തന്നെ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നേരെ മറിച്ച് നമ്മൾ നാട്ടിലേക്ക് വരുന്ന പ്രവാസികളായിട്ടുള്ള GCC പോലെയുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അവിടെ വാടകകൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് അവർ ബഹുഭൂരിപക്ഷ ആൾക്കാരും അവിടെ ജീവിക്കുന്നുണ്ടാവുക. തിരിച്ച് നാട്ടിൽ വരുമ്പോഴാണ് അവർ ശരിക്കും പറഞ്ഞ ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് സാധാരണയായിട്ട് മാറാറുള്ളത്. ഇനി നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം, ഈ രണ്ട് കൂട്ടരും പൊതുവായി ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളിപ്പോൾ പ്രത്യേകിച്ചിട്ട് നമ്മുടെ പ്രവാസികളായിട്ടുള്ള, അതായത് GCCയിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ നാട്ടിലേക്ക് എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ കാശ് അയക്കുന്നു. അവിടുത്തെ ചിലവിന് ശേഷം ഓൾമോസ്റ്റ് ബാക്കിയുള്ള എല്ലാ കാശും നാട്ടിലേക്ക് അയക്കുന്ന ആൾക്കാരാണ്. ഈ നാട്ടിൽ അയക്കുന്നത് ഒന്നുകിൽ അവർ NRI അക്കൗണ്ടിലോ അല്ലെങ്കിൽ NRO അക്കൗണ്ടിലോ, ചില ആൾക്കാർ ഇത് രണ്ടും ഇല്ലാതെ ഇപ്പോഴും SB അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. തെറ്റാണെങ്കിലും അത് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. സോ ഇങ്ങനെയുള്ള ആൾക്കാരും ചെയ്യുന്നത് SB അക്കൗണ്ടിലേക്കോ കാശ് അയക്കുന്നുണ്ടാവും. ഇനി ഈ കാശ് ഇവരുടെ നാട്ടിലുള്ള ബന്ധുക്കൾ അവരയച്ചു കൊടുക്കുന്ന ചിലപ്പോൾ ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് അയക്കുന്ന ആൾക്കാരുണ്ടാവും. എങ്ങനെയോ ആയിക്കോട്ടെ, അവരുടെ ജീവിത ചെലവുകൾക്ക് വേണ്ടി ഒരു കാശ് അവരവിടെ ഉപയോഗിക്കുന്നുണ്ട്, അതായത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ. അതിനുശേഷം ബാക്കിയുള്ള കാശ് അവിടെ തന്നെ കിടക്കുകയാണ്. അതായത് NRI അക്കൗണ്ടിലേക്കാണ് ഒരു NRI, ഒരു പ്രവാസി കാശ് അയക്കുന്നതെങ്കിൽ ആ അക്കൗണ്ടിൽ തന്നെയാണ് ഈ പറയുന്ന കാശ് കിടക്കുന്നുണ്ടാവുക. ഇനി ഈ വ്യക്തി ഒരു വർഷമോ അല്ലെ 2 വർഷമോ ഒക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ലീവിന് വരുന്നതെങ്കിൽ ഈ 2 വർഷവും ഈ പറയുന്ന വ്യക്തിയുടെ ചെറിയൊരു കാശ് എല്ലാ മാസവും ഇയാളുടെ NRI അക്കൗണ്ടിനെ കുറച്ച് തിക്കാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതായത് ഒരു മാസം ഇപ്പോൾ എല്ലാ ചിലവിനും ശേഷം ഒരു 30,000 രൂപയാണ് ഒരാൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതെന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ 30,000 രൂപ എല്ലാ മാസവും ഇയാളുടെ അക്കൗണ്ടിൽ വന്ന് ഹിറ്റാവുന്നുണ്ടാവും. സോ ഒരു 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന 2 വർഷവും സേവ് ചെയ്ത തുക, അതായത് ഒരു മാസം നമ്മൾ 30,000 രൂപ മാറ്റി വെച്ചാൽ 3,60,000 രൂപ ഉണ്ടാവും. 2 വർഷം കൊണ്ട് 7,20,000 രൂപ പുള്ളി മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇതാണ് പൊതുവെ സംഭവിച്ച് കാണാറുള്ളത്. ഇനി എന്താ സംഭവിക്കുക, നാട്ടിൽ ലീവിന് വന്നു, ഈ 7,20,000 രൂപേൻ്റെ ഒരു സിംഹഭാഗം ഇവിടെ നാട്ടിൽ 2 മാസത്തെ ലീവിന് വരുന്ന സമയത്ത് അവിടെ തീരും. അതിനുശേഷം വീണ്ടും തിരിച്ചു പോകും. ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. ഇവിടെ മാറ്റം സംഭവിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നാട്ടിൽ വരുന്ന സമയത്ത് ഈ വ്യക്തി ചിലപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി അതുപോലെയുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം, ചില ആൾക്കാർ ചെയ്യാതെയും പോകുന്നുണ്ടാവാം. ഇനി ഈ വ്യക്തി തിരിച്ചു പോകുന്നു, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് സാധാരണയായിട്ട് സംഭവിച്ച് കാണാറുള്ളത്. ഇവിടെ നഷ്ടം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 2 വർഷം നമ്മൾ 7,20,000 രൂപ നമ്മൾ മാസാമാസം 30,000 രൂപയിലൂടെ സമ്പാദിച്ചു. പക്ഷേ അത് NRI അക്കൗണ്ട് ആണെങ്കിലും SB അക്കൗണ്ട് ആണെങ്കിലും NRO അക്കൗണ്ട് ആണെങ്കിലും വലിയ രീതിയിലുള്ള അപ്രീസിയേഷൻ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മുടെ നാട്ടിലെ SB അക്കൗണ്ട് ആണെങ്കിൽ മാക്സിമം 3% വരെയൊക്കെയാണ് സാധാരണ കൊടുത്ത് കാണാറുള്ളത്. ഇവിടെയാണ് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് പറയണേ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന മാസം 30,000 രൂപ നമ്മൾ മാസം നാട്ടിലേക്ക് അയക്കുമ്പോൾ എന്തായാലും നമ്മൾ ആ കാശ് ഉടനെ ഉപയോഗിക്കാൻ പോകുന്നില്ല. നമ്മൾ വെറുതെ അവിടെ 2 വർഷം നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി വെക്കുന്ന ഒരു കാര്യമാണ്.
ഇവിടെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ വെൽത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് വരുന്ന വലിയൊരു എമൗണ്ട് സേവ് ചെയ്യാൻ, ചിലവായി വരാൻ സാധ്യതയുള്ള വലിയൊരു എമൗണ്ട് എങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്താൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ച് ഗൾഫിലെത്തിയ ആ ഒരു സെക്കൻഡിൽ നിങ്ങൾ സാധാരണയായിട്ട് അടുത്ത മാസം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു SIP സ്റ്റാർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ലാർജ് ക്യാപ്പിലൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് കുറച്ചുകൂടി നല്ലത്. കാരണം നമുക്ക് 2 വർഷം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും നാട്ടിലോട്ട് തിരിച്ച് വരാനുള്ളതാണ്. ഓക്കെ, ലാർജ് ക്യാപ്പോ അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കതിനെ ഡിവൈഡ് ചെയ്ത് ലാർജ് ആൻഡ് സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ് പോലെയുള്ള ഫണ്ടുകളിൽ അത് ഏത് ഫണ്ടാണ് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ആവശ്യത്തിന് ഉതകുന്ന തരത്തിൽ നിങ്ങളതിനെ കൃത്യമായിട്ടൊന്ന് ക്രമീകരിക്കുക. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന 30,000 രൂപ നിങ്ങൾ അയക്കുന്നു. അതിലൊരു 25,000 രൂപ നിങ്ങൾ ഈ പറയുന്ന SIPയിലേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് നോക്കിയേ. ഒരു വർഷം 3 ലക്ഷം രൂപ, 2 വർഷം കൊണ്ട് 6 ലക്ഷം രൂപ നിങ്ങൾക്ക് ഈ പറയുന്ന SIPയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ 6 ലക്ഷം രൂപ നിങ്ങൾ SIP ചെയ്യുമ്പോൾ നിങ്ങൾ FDയിലിട്ടത് അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നിങ്ങളുടെ NRI അക്കൗണ്ടിൽ ഇട്ടതുപോലെ തന്നെയാണ് നിങ്ങൾ കാണുന്നുണ്ടാവുക. പക്ഷേ എന്താ മാറ്റം എന്നറിയോ? ഏകദേശം 1 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് നാട്ടിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു അപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ടാവും. ഇനി നിങ്ങൾ നാട്ടിൽ വരുന്നു, സാധാരണയായിട്ട് നിങ്ങൾ 2 വർഷത്തെ ലീവിനൊക്കെ ശേഷം വരുമ്പോൾ 2 മാസമൊക്കെയാണ് സാധാരണ പ്രവാസത്തിൽ നിന്ന് ലീവ് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 2 ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് സാധാരണയായി ചിലവുണ്ടാവുന്നത് എന്ന് കൂട്ടുക. കാരണം നമ്മൾ നാട്ടിൽ വന്ന ശേഷം പൊടിച്ച് കളയുന്ന ഒരു വലിയൊരു കാശുണ്ട്. ബന്ധു വിസിറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല കാര്യങ്ങളുമായിട്ട് ഒരു 2-2.5 ലക്ഷം രൂപയൊക്കെ സാധാരണ പല ആൾക്കാരും തീർക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഇവിടെ 1 ലക്ഷം രൂപ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നാട്ടിലോട്ട് വരുന്നതിന് ഒരു 3 ദിവസം മുന്നേ നിങ്ങൾ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ജസ്റ്റ് റിഡംഷനായിട്ട് ഒരു 2 ലക്ഷം രൂപ കൊടുത്താൽ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾ നാട്ടിലെത്തുന്നതിൻ്റെ കൂടെ തന്നെ ഈ കാശ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കാശ് വീണ്ടും അവിടെ കിടന്ന് വളരുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ തീർന്നു, നിങ്ങൾ വീണ്ടും നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് മാസാമാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാലത്തിന് ശേഷം ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ ഈ പറയുന്ന 2 വർഷത്തിന് ശേഷം നിങ്ങളുടെ ടോട്ടൽ പൈസ നിങ്ങൾ എടുത്തിട്ടില്ല, നിങ്ങളാകെ 2 ലക്ഷം രൂപയാണ് വിഡ്രോ ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ നിങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന മാറ്റം അടുത്ത വെക്കേഷൻ ഉണ്ടാവുമല്ലോ. അതായത് നിങ്ങൾ ഇപ്രാവശ്യം വന്നു, നിങ്ങൾ ഈ പറഞ്ഞ 2 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് തന്നെ തിരിച്ചു പോകുന്നു. വീണ്ടും അടുത്ത വെക്കേഷൻ വീണ്ടും 2 വർഷം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ വരുമ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയാണ് അപ്രീസിയേഷൻ കിട്ടിയതെങ്കിൽ അടുത്ത തവണ വരുമ്പോൾ ഏകദേശം 4 ലക്ഷം രൂപയിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇനി അതിനും അടുത്ത ഒരു 2 വർഷം നിങ്ങൾ വീണ്ടും ആ സമയത്ത് തന്നെ വന്നു, അതേപോലെ തന്നെ ചിലവാക്കി വീണ്ടും നിങ്ങൾ തിരിച്ചു പോയി. അടുത്ത 6ാമത്തെ വർഷമാകുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 3 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്നുള്ളത് ചിലപ്പോൾ 8, 9, 10 ലക്ഷം രൂപയിലേക്ക് വളർന്നിട്ടുണ്ടാവും. ഒന്ന് മനസ്സിലാക്കി നോക്കിയേ. അതായത് ഒരു 6, 8 വർഷം നിങ്ങൾ ഇതുപോലെ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 10, 15 ലക്ഷം രൂപ ഈ പറയുന്ന അപ്രീസിയേഷൻ മാത്രം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആരും തന്നെ ഇത് കണ്ടിട്ടില്ല. നിങ്ങൾ പ്രവാസ ജീവിതം പലപ്പോഴും പല ആൾക്കാരും 10, 20, 25 വർഷമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കോടിക്കണക്കിന് രൂപയാണ് നിങ്ങളവിടെ നഷ്ടപ്പെടുത്തി കളയണത്. എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ NRI അക്കൗണ്ടിൽ പണം മാറ്റി വെക്കുന്നു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട്, ആ പണം കൃത്യമായി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട്. സോ എല്ലാവരും അങ്ങനെയുള്ള പ്ലാനിങ് ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനും സാമ്പത്തികപരമായിട്ട് കടക്കാരനാവില്ല, ഉറപ്പാണ്. കാരണം 3, 4 വർഷം അധ്വാനിച്ചാൽ തീരാവുന്ന കടങ്ങൾ മാത്രമേ സാധാരണക്കാരൻ ഉണ്ടാക്കി വെക്കാറുള്ളൂ. പക്ഷെ ഇത് പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഈ 4 വർഷമല്ല 40 വർഷം കഴിയുമ്പോഴും കടമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടാവും. സോ കൃത്യമായി പ്ലാൻ ചെയ്യുക. പ്ലാനിങ് മനുഷ്യൻ്റെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്നുണ്ടാവും. ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം, പ്രത്യേകിച്ച് NRIക്കാരുടെ കാര്യം പറയുമ്പോഴാണ് അത് പറയേണ്ടത്. നമ്മൾ ഗൾഫിലൊക്കെ നല്ല രീതിയിൽ വരുമാനമുള്ള ആൾക്കാരായിരിക്കും, നല്ല വരുമാനമുണ്ട്. പക്ഷേ എല്ലാം കഴിഞ്ഞ് നാട്ടിലോട്ട് വരുന്ന അവസാനത്തെ വരവുണ്ടല്ലോ, ആ വരവിന് ശേഷമുള്ള വരുമാനം എന്തായിരിക്കും? പെൻഷൻ ഉണ്ടോ? ഇല്ല. നമ്മൾ നാട്ടിൽ പിന്നെയാണ് സേവ് ചെയ്യാനും, പിന്നെ പല ആൾക്കാരും 15 വർഷം, 20 വർഷം, 25 വർഷം ഗൾഫിൽ ജോലി ചെയ്ത ശേഷം പെട്രോൾ പമ്പിലെ ജോലിക്കും അല്ലെങ്കിൽ സെക്യൂരിറ്റി ATMന് സെക്യൂരിറ്റി ആയിട്ടൊക്കെ പോകുന്ന പല കാഴ്ചകളും നമ്മൾ കാണാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ജീവിതത്തിൻ്റെ നല്ല ഭാഗം അവിടെ കളഞ്ഞു, സന്തോഷം മുഴുവൻ അവിടെ നശിപ്പിച്ചു, അതിനുശേഷവും നാട്ടിൽ വന്നിട്ടും ജീവിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഗൾഫിൽ പോയത്? അവിടെയാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെയും പ്രസക്തിയുള്ളത്. നാട്ടിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്ത് നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോർപ്പസ് ഉണ്ടാക്കി വെക്കാൻ പറ്റുമായിരുന്നു.
അങ്ങനെയുള്ള ഒരു കോർപ്പസ് ചിലപ്പോൾ ഒരു മാസം ഒരു 60,000 70,000 80,000 അതിന് മുകളിലോ നിങ്ങൾക്ക് ഈസി ആയിട്ട്, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം 50,000 എന്നല്ല, അതിനൊക്കെ എത്രയോ മുകളിൽ, ചിലപ്പോൾ 2, 3, 4 ലക്ഷം രൂപയൊക്കെ മാസാമാസം വരുമാനം കിട്ടാനുള്ള ഒരു ഓപ്ഷനായിരുന്നു SWP എന്ന് പറയുന്നത്. ആയുസ്സിലെടുത്തോളം കാലം ഈ പറഞ്ഞ വരുമാനം നമുക്ക് കിട്ടുമായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് വരുന്ന സമയത്ത് അവസാനം മേടിച്ച ശമ്പളത്തേക്കാൾ കൂടുതൽ നാട്ടിൽ വന്ന ശേഷം എല്ലാ മാസവും പെൻഷൻ പോലെ കിട്ടുന്ന പ്ലാൻസ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിങ്. അറിയാത്തത് കൊണ്ട് നഷ്ടപ്പെടുത്തരുത് സഹോദരന്മാരെ. കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, നല്ല രീതിയിൽ ജീവിക്കുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക്